പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പരസ്പരം അടുത്ത് നിൽക്കുന്നവർക്ക് സന്തോഷത്തോടെ ഒരു സ്തുതി കൊടുത്ത് ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുവചനം നമുക്ക് ഒന്ന് കേൾക്കാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 25-ാമത്തെ അധ്യായം. ബൈബിൾ കയ്യിലുള്ളവർക്കെടുക്കാം, മൊബൈലിലൊക്കെ ബൈബിളുള്ളവർക്കെടുക്കാം. അതിപ്രകാരമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:45. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. കിട്ടിയോ? ഗേറ്റ് പറ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഒന്നും കൂടെ പറഞ്ഞേ. സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങളിത് ചെയ്യാതിരുന്നപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്യാതിരുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. സാധാരണ നമ്മൾ കേൾക്കുകയും എടുത്ത് പറയുകയും ചെയ്യുന്ന വചനം മറ്റേ വചനമാണ്. ഏതാണ്? ഈ എളിയവരിൽ ഒരുവന് നിങ്ങൾ ചെയ്തു കൊടുത്തപ്പോൾ എനിക്ക് തന്നെയാണ് ചെയ്തത്. അതാണ് നമ്മളെപ്പോഴും ഹൈലൈറ്റ് ചെയ്ത് പ്രഘോഷിക്കാറ്. അപ്പോൾ എനിക്കിന്ന് തോന്നി അതല്ല പറയേണ്ടത്, ഇതാണ് പറയേണ്ടത്. അപ്പോൾ ഇത് പറയാനുള്ളൊരു കാരണം എന്താണെന്ന് ചോദിച്ചാൽ, കുറേ നാൾ മുൻപ് ഒരു സഹോദരന് എൻ്റെ അടുത്ത് വന്നിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരുപാട് പ്രശ്നങ്ങൾ, ദുഃഖങ്ങൾ, വേദനകൾ ഒക്കെ പങ്കുവെച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇനി എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടതെന്ന് അറിയത്തില്ല, ഇനി എങ്ങനെയാണ് കാര്യങ്ങൾ ക്രമീകരിക്കേണ്ടതെന്ന് അറിയത്തില്ല, എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അറിയത്തില്ല, എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അങ്ങനെ ഞാൻ വലിയ പ്രതിസന്ധിയിലാണ്, വലിയ ദുഃഖത്തിലാണ്. ഇനി എന്ത് ചെയ്ത് മുന്നോട്ട് നീങ്ങാൻ പറ്റുമെന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഒരു പിടുത്തവും കിട്ടുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സംസാരിച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ദുഃഖങ്ങളെല്ലാം കേട്ട് കഴിഞ്ഞിട്ട് കുറേ സമയം ഞാൻ ഈ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഈശോയുടെ അടുത്തിരുന്ന് അദ്ദേഹത്തെയും കൂട്ടി പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇടപെടൽ, ഒരു വഴി കർത്താവ് പറഞ്ഞിട്ടുണ്ട്, ഞാനാണ് വഴിയും സത്യവും ജീവനും. അപ്പോൾ വഴി അറിയാതെ പതറി നിൽക്കുന്നവർക്ക് ആരാണ് വഴി കാണിച്ചു തരേണ്ടത്? ഈശോ തന്നെയാണ് വഴി കാണിച്ചു തരേണ്ടത്. ഈശോ പറഞ്ഞിരിക്കുന്നത് ഞാനാണ് വഴി. ഇനി എങ്ങോട്ട് പോകേണ്ടതെന്ന് അറിയത്തില്ലെങ്കിൽ എങ്ങോട്ട് പോകണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ടുള്ളൊരു നിർദ്ദേശം തരേണ്ടത് വേറെ ആരുമല്ല. ആരാ തരേണ്ടത്? ഈശോയാണ് തരേണ്ടത്. അപ്പം ഞാൻ ഈ വചനം പറഞ്ഞ് ഈശോയോട് പറഞ്ഞു, കർത്താവേ, വഴി നീയാണ്, ഞങ്ങളാരുമല്ല. വഴി കാണിച്ചു കൊടുക്കേണ്ടത്, വഴി കാണിച്ചു തരുന്നത്, വഴി തെളിച്ചു തരുന്നത്, വഴി തുറന്നു തരുന്നത്, അടയുന്ന വഴികളൊക്കെ തുറന്നു തരുന്നത് എല്ലാം ആരാണ്? ഈശോയാണ്. അപ്പോൾ ഈ വചനം പറഞ്ഞ് ഞാൻ ഈ സഹോദരനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്നൊരു സന്ദേശം എന്താണെന്നറിയാവോ? അതിപ്രകാരമാണ്, ഞാൻ പറയുന്നത് അവൻ ചെയ്യുന്നില്ല, പിന്നെ അവൻ പറയുന്നത് ഞാൻ ചെയ്യണമോ? പറഞ്ഞ്, ഞാൻ പറയുന്നത് അവൻ ചെയ്യുന്നില്ല, പിന്നെ അവൻ പറയുന്നത് ഞാൻ ചെയ്യണമോ? അങ്ങനൊരു സ്വരമാണ് പരിശുദ്ധാത്മാവ് എൻ്റെ ഉള്ളിൽ തന്നത്. അപ്പോൾ ഇത് 2-3 പ്രാവശ്യം ആവർത്തിച്ച് ആ സന്ദേശം എൻ്റെ ഉള്ളിൽ കേട്ടപ്പോൾ ഞാൻ ആ സഹോദരനോട് ചോദിച്ചു, സഹോദരൻ എന്താ ചെയ്തുകൊണ്ടിരുന്നത്? എന്താണ് ഇപ്പോൾ ചെയ്യാത്തത്? എന്താണ് ഇത്രയും കാലം ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരുന്നത്? ഇപ്പോൾ ചെയ്യാതിരിക്കുന്നത് എന്താണ്? അപ്പോൾ അദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, ഞാനൊരു സുവിശേഷ ശുശ്രൂഷകനായിരുന്നു. ഞാൻ ഒത്തിരി ശുശ്രൂഷകളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. എന്നിലൂടെ ഒത്തിരി ആത്മാക്കളൊക്കെ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഒത്തിരി പേര് എന്നിലൂടെ ഈശോയെ അറിഞ്ഞിട്ടുണ്ട്. ഒത്തിരി പേർക്ക് ഞാൻ ചെയ്യുന്ന ശുശ്രൂഷയിലൂടെ ഈശോയെ അറിയാനും ഈശോയുടെ അനുഗ്രഹങ്ങൾ സ്വീകരിക്കാനുമൊക്കെ അവസരം ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ ആയിപ്പോൾ ഞാൻ എന്ത് ചെയ്തു? ഈ പ്രശ്നങ്ങളെയെല്ലാം നന്നായിട്ടൊന്ന് പരിഹരിക്കാൻ വേണ്ടി, പ്രശ്നങ്ങൾക്കൊക്കെ മറ്റെന്തെങ്കിലുമൊക്കെ വഴികളൊക്കെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം നിർത്തിയത് എന്താണ് നിർത്തിയത്? സുവിശേഷ വേല നിർത്തി. എന്ത് നിർത്തി? സുവിശേഷ വേല നിർത്തി. അപ്പം പ്രിയപ്പെട്ടവരെ, ഈ വചനം കണ്ടോ? സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ ഏറ്റവും എളിയവരിൽ ഒരുവന് നിങ്ങൾ ഇത് ചെയ്യാതിരുന്നപ്പോൾ. അപ്പം നമ്മൾ ആർക്കെങ്കിലും വേണ്ടി ഒരു നന്മ ചെയ്യുമ്പോൾ ആ നന്മ സ്വീകരിക്കുന്നത് ആരാ? ഈശോയാ.
നമ്മൾ ആർക്കെങ്കിലും വേണ്ടി ഒരു നന്മ നിഷേധിക്കുമ്പോൾ അത് നിഷേധിക്കുന്നത് ആർക്കാ? ഈശോയ്ക്കാണ്. ഇത് പലപ്പോഴും നമ്മൾ ഓർക്കാറില്ല. നമ്മൾ പല കാര്യങ്ങൾ കണ്ടുപിടിക്കും. നമ്മൾ ആ നന്മ ചെയ്യാത്തതിന് പല കാരണങ്ങൾ നമ്മൾ കണ്ടുപിടിക്കും. ചിലപ്പോൾ നമ്മൾ പറയും, എനിക്ക് സമയമില്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഒത്തിരി തിരക്കുണ്ട്, അല്ലെങ്കിൽ അത് ഞാൻ ചെയ്യേണ്ട കാര്യമല്ല, അപ്പം ഞാൻ ചെയ്തില്ലെങ്കിലും വേറെ ആരെങ്കിലുമൊക്കെ അത് ചെയ്തോളും. ഇങ്ങനെ പല കാരണങ്ങൾ നമ്മുടെ മുൻപിൽ കൊണ്ടുവന്നിട്ട് നമ്മൾ വളരെ ഭംഗിയായിട്ട് കർത്താവ് നമ്മളെ ഏൽപ്പിച്ച ശുശ്രൂഷകളിൽ നിന്ന്, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് നമ്മൾ മാറി നിൽക്കുമ്പോൾ ദൈവവും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ചിലപ്പോഴെങ്കിലുമൊക്കെ ഒന്ന് മാറി നിൽക്കാം. എന്തിനാണ് മാറി നിൽക്കുന്നത്? നമ്മളെ പഠിപ്പിക്കാൻ, നമ്മളെ ശിക്ഷിക്കാനല്ല. ദൈവത്തിന് ഒരിക്കലും നമ്മളെ ശിക്ഷിക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ഓർക്കണം, ഒരാത്മീയ ശുശ്രൂഷ, ഒരാത്മാവിൻ്റെ രക്ഷയ്ക്ക് കാരണമാകുന്ന ഒരാത്മീയ ശുശ്രൂഷ ഒരിക്കലും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതോ നമ്മൾ ചെയ്യുന്നതോ നമ്മൾ വഴിയല്ല. പിന്നെ ആരാ? അത് ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പാണ്. ദൈവം നിയോഗിച്ചിരിക്കുവാണ്. ദൈവത്തിൻ്റെ അത് പദ്ധതിയാണ്. ചിലപ്പോൾ നമുക്കത് മനസ്സിലാകില്ല. നമുക്ക് സൗകര്യമുള്ളത് കൊണ്ട് നമ്മൾ ചെയ്തു, സാധ്യതകളുള്ളത് കൊണ്ട് നമ്മൾ ചെയ്തു, സാഹചര്യങ്ങളൊക്കെ അനുകൂലമായതുകൊണ്ട് നമ്മളത് ചെയ്തു എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷെ അതുകൊണ്ടൊന്നുമല്ല. ദൈവം തിരഞ്ഞെടുത്തത് കൊണ്ടും ദൈവം നിയോഗിച്ചത് കൊണ്ടും ദൈവം സാഹചര്യങ്ങളെല്ലാം ഒരുക്കി തന്നതുകൊണ്ടുമാണ് നമ്മളത് ചെയ്തത്. പക്ഷെ വളരെ ബോധപൂർവം നമ്മുടെ ചില സ്വാർത്ഥപരമായ കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ അതിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ എന്താ സംഭവിക്കുക? എല്ലാ വഴികളും നമ്മുടെ മുൻപിൽ അടയപ്പെടും. ആ സഹോദരൻ പറഞ്ഞാൽ, ഇപ്പോൾ എൻ്റെ പ്രാർത്ഥനയ്ക്കൊന്നും ഒരു ഉത്തരവും ഇല്ല, എൻ്റെ പ്രാർത്ഥനകളൊന്നും ദൈവം കേൾക്കുന്നില്ലെന്ന് തോന്നുവാണ്, ഇനി എങ്ങോട്ടാണ് എനിക്ക് പോകേണ്ടതെന്ന് അറിയത്തില്ല, എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. ചെയ്യേണ്ടത് ഒന്നേ ഉള്ളൂ. എന്താണ്? ആരംഭിക്കുക. എന്താണ് ആരംഭിക്കേണ്ടത്? കർത്താവിൻ്റെ ശുശ്രൂഷ വില കൊടുത്ത് നമ്മളത് വീണ്ടും ആരംഭിക്കുക. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഞാൻ നിങ്ങളോട് പറഞ്ഞില്ലേ, എത്ര കൊന്ത എല്ലിക്കൊണ്ട് വരണമെന്ന് പറഞ്ഞു? 10. അതൊരു ശുശ്രൂഷയാണ്. അത് ചെയ്തുകൊണ്ട് വന്നേക്കുന്നൊരു കൈപൊക്കിക്ക് ഉണ്ടോ? കുറേ പേര് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ പറഞ്ഞത്? 10 ജപമാല ചൊല്ലി വരുമ്പം 3 പേരെയും കൂടെ നമ്മൾ വഴി ഈശോയിലേക്ക് കൂട്ടിക്കൊണ്ടുവരും. അതെത്ര പേര് ചെയ്തിട്ടുണ്ടെന്ന് കൈപൊക്കിക്ക്? ഇന്ന് ഞാൻ വഴി 3 പേരെങ്കിലും വന്നവർ. അതെ, ഒരപ്പച്ചനേ ഉള്ളൂ കൈപൊക്കിയിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടില്ല. അതും കൂടെ നമ്മൾ അനുസരിക്കണം. നമ്മൾ വഴി നമ്മളെ ഏൽപ്പിക്കുന്ന ഒരു ശുശ്രൂഷയാണ് കർത്താവ് അത്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ വില കൊടുക്കണം. അപ്പോഴാണ് ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശുദ്ധ മദർ തെരേസയുടെ വാക്കുകൾ നമുക്കൊന്ന് കേൾക്കാം. വിശുദ്ധ മദർ തെരേസ പറയുകയാണ്, നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാൻ പറ്റും. എന്ന് പറഞ്ഞ് നമുക്ക് വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയല്ല. നമ്മളൊരു 3000 പേരെ കൂട്ടിക്കൊണ്ട് വരാനല്ല പറഞ്ഞ്, 300 പേരെ കൂട്ടിക്കൊണ്ട് വരാനല്ല പറഞ്ഞ്. എത്ര പേരെയാ? 3 പേരെ. അത് ചെറിയ കാര്യമാണ് അല്ലേ? വളരെ ചെറിയ കാര്യമാണ്. അപ്പോൾ മദർ തെരേസ പറയും, നമുക്ക് ചെറിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, പക്ഷെ നമുക്ക് ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അപ്പോൾ ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി ചെറിയ കാര്യങ്ങൾ വലിയ സ്നേഹത്തോടെ നമ്മൾ അവരിന് വേണ്ടി, പ്രത്യേകിച്ചും ദൈവത്തെ അറിയാനും ശാന്തി സമാധാനവും മനുഷ്യൻ്റെ ഹൃദയങ്ങൾക്ക് ലഭിക്കാനും കാര്യമാകുന്ന ശുശ്രൂഷകൾ ദൈവം ഒരുപാട് വില ഇട്ടാണ് സ്വീകരിക്കുന്നത്. അതുകൊണ്ടാണ് മദർ തെരേസ പറയുന്നത്, നമുക്കെല്ലാവർക്കും വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയില്ല, പക്ഷെ ചെറിയ കാര്യങ്ങൾ നമുക്ക് വലിയ സ്നേഹത്തോടെ ചെയ്യാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. 3 ചോദ്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ വെച്ച് തരികയാണ്. 3 ചോദ്യങ്ങൾ. ഒന്നിതാണ്, ഇതുവരെ ഞാൻ ക്രിസ്തുവിന് വേണ്ടി എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത്? ഉത്തരം നമ്മുടെ ഉള്ളിൽ പറഞ്ഞാൽ മതി. ഇതുവരെ ഞാൻ എൻ്റെ ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് പ്രീതികരമായ ശുശ്രൂഷകൾ എന്തൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്? രണ്ടാമത്തെ ചോദ്യം, ഇപ്പോൾ ഞാൻ ക്രിസ്തുവിന് വേണ്ടി എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? നമ്മൾ തന്നെ ഉത്തരം കണ്ടെത്തണം. മൂന്നാമത്തെ ചോദ്യം, ഇനി എനിക്ക് ക്രിസ്തുവിന് വേണ്ടി എന്താണ് ജീവിതത്തിൽ ചെയ്യാൻ പറ്റുന്നത്? എന്തൊക്കെയാണ് 3 ചോദ്യങ്ങൾ? കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാൻ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി, ഈശോയുടെ സ്നേഹത്തെ പ്രതി, ഈശോ തരുന്ന അനുഗ്രഹങ്ങൾക്കെല്ലാം നന്ദിയായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് ഒന്ന് മനസ്സിലോർക്കുക. എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ കഴിവ് കൊണ്ടല്ല, ദൈവം നമുക്ക് തന്ന അനുഗ്രഹം കൊണ്ടാണ്.
പിന്നെ ഇപ്പോൾ ഞാൻ അതിലാണോ? ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടാണോ ഇരിക്കുന്നത്? ഇപ്പോൾ ഞാൻ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? രണ്ടാമത്തെ ചോദ്യം. മൂന്നാമത്തേതോ ഇനി എനിക്ക് എന്ത് പ്ലാൻ ചെയ്യാൻ പറ്റും? തമ്പുരാന് വേണ്ടി എനിക്ക് എൻ്റെ ആയുസ്സിൻ്റെ ഇനി മുന്നോട്ട് ദൈവം എനിക്ക് ആയുസ് തരികയാണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ 3 ചോദ്യങ്ങൾ മനസ്സിലിട്ട് ചിന്തിച്ചുകൊണ്ട് നടക്കാനാണ് വിശുദ്ധ മദർ തെരേസ നമ്മളോട് പറയുന്നത്. ഹല്ലേലൂയ. അപ്പം വിശുദ്ധയൊക്കെ മദർ തെരേസനെയൊക്കെ വിശുദ്ധയാക്കി മാറ്റിയതിൻ്റെ പുറയിലുള്ള രഹസ്യങ്ങൾ ഇതൊക്കെ തന്നെയാണ്. എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, എന്ത് ചെയ്തു കഴിഞ്ഞു, എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നു, ഇനി എനിക്കൊരു ജീവിതമുണ്ടെങ്കിൽ, ഇനി എനിക്കൊരു ആയുസ്സുണ്ടെങ്കിൽ, ചിലപ്പോൾ ചോദിക്കുകയല്ലേ, ഇനി നിനക്കൊരു ആയുസ്സുണ്ടെങ്കിൽ, ഇനി നിനക്കൊരു ജീവിതമുണ്ടെങ്കിൽ നീ ഇങ്ങനെ തന്നെ ജീവിക്കാനാണോ ആഗ്രഹിക്കുന്നത്? അതോ ജീവിതത്തെ ഒന്ന് മാറ്റിമറിക്കാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ? ഇനിയും കർത്താവ് എനിക്കൊരു ആയുസ് തരികയാണെങ്കിൽ ഇനി എനിക്ക് എന്താണ് എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ചെയ്യാനായിട്ട് സാധിക്കുന്നത്? ഹല്ലേലൂയ. പുറകിലിരിക്കുന്ന ഒരു അപ്പച്ചനെ കണ്ടോ? നിങ്ങൾ കണ്ടിട്ടുണ്ട്. ഈ അപ്പച്ചൻ ഇവിടെ വരാൻ തുടങ്ങിയിട്ട് കുറേ നാളുകളായി. അപ്പച്ചൻ്റെ മക്കളെയും കൊച്ചുമക്കളെയും മരുമക്കളെയും അയൽക്കാരെയും നാട്ടുകാരെയും മുഴുവൻ അപ്പച്ചൻ ഇവിടെ കൊണ്ടുവന്ന് ഈ ദൈവകരുണയുടെ ശുശ്രൂഷ പങ്കെടുപ്പിക്കും. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ പുറകെ വന്നിരുന്ന് ഈ വചന ശുശ്രൂഷയിലൊക്കെ അപ്പച്ചൻ പങ്കെടുക്കും. എത്ര വയസ്സുണ്ട് അപ്പച്ചന്? എത്ര വയസ്സുണ്ട്? കേട്ടില്ലെന്ന് തോന്നുന്നു. എത്രയാ? 92 വയസ്സുണ്ടെന്ന് കേട്ടോ. ഈ 92ാമത്തെ വയസ്സിലും ഈ അപ്പച്ചൻ എന്തുമാത്രം തീഷ്ണതയോടെ കൂടെയാണെന്നറിയാമോ? ഒരു അപ്പച്ചൻ എന്നോട് പറയാൻ പറഞ്ഞിട്ടില്ല, ഞാനൊരു രഹസ്യം പറയാം നിങ്ങളോട്. അപ്പച്ചൻ്റെ അടുത്തുനിന്ന് ഞാൻ മനസ്സിലാക്കിയ ഒരു രഹസ്യമാണ്. ഒരു ദിവസം ഒരു വണ്ടിക്ക് നമ്മുടെ നേർച്ച ഭക്ഷണത്തിനുള്ള അരിയും കൊണ്ട് വന്നു, അരിയും പയറും എല്ലാം കൊണ്ടു. അപ്പോൾ അപ്പച്ചൻ ആദ്യം വന്നിച്ച് പുറകെ വണ്ടിക്ക് വന്നു. അപ്പോൾ എന്നോട് പറയാണ്, എനിക്ക് ഈ സാധനം കൊണ്ട് എനിക്കിങ്ങോട്ട് വരായിരുന്നു, പക്ഷെ ഞാൻ ഓർത്തു ആ കൊണ്ടുവരുന്ന ആൾ ഈ സാധനം ഇവിടെ കൊണ്ട് തന്നേച്ചിട്ട് നമ്മുടെ ആലയത്തിലൊന്ന് കയറി ഒരു കൗൺസിലിംഗ് ഒക്കെ എടുത്ത് പ്രാർത്ഥിച്ച് അനുഗ്രഹം മേടിച്ച് പൊക്കോട്ടെ എന്ന് ഓർത്തുകൊണ്ട് ഞാൻ ആ കടക്കാരനോട് സാധനം ഇവിടെ കൊണ്ടുത്തരാൻ പറഞ്ഞെന്ന് പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ആ കടയിൽ നിന്ന് പൈസ കൊടുത്ത സാധനം ഞാൻ ഇങ്ങനെ മേടിച്ചുകൊണ്ട് പോകുന്നില്ല. അയാളോട് ഞാൻ പറഞ്ഞു ആ സാധനം കൊണ്ട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ഇങ്ങോട്ട് വന്നിട്ട് അദ്ദേഹത്തെ എൻ്റെ അടുത്ത് കൊണ്ടുവന്നു, പ്രാർത്ഥിപ്പിച്ചു, അനുഗ്രഹം സ്വീകരിച്ച് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. അപ്പോൾ അത്രമാത്രം ശ്രദ്ധയോടെയാണ് വേറൊരാൾ അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ട് ഈ 92 വയസ്സ് പ്രായമുള്ള അപ്പച്ചൻ സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലത്തേരം ഉയർത്തി പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമുക്കൊക്കെ ഇങ്ങനെ ഒരു വലിയ റോളുണ്ട്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 18ാമത്തെ അധ്യായത്തിൽ 10ാമത്തെ തിരുവചനത്തിൽ നമ്മളിങ്ങനെ കാണുകയാണ്, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ്, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുക. ഒന്നുകൂടെ പറഞ്ഞേ, ഈ ചെറിയവരിൽ ആരെയും നിന്ദിക്കാതിരിക്കാൻ ശ്രദ്ധിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ചിലപ്പോഴൊക്കെ നമ്മൾ കണ്ടില്ല എന്ന് വെക്കും, അല്ലെങ്കിൽ കേട്ടില്ല എന്ന് വെക്കും, അല്ലേ? അപ്പം നമ്മൾ ദൈവത്തെ അന്വേഷിച്ച് നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? അല്ലേ, ദൈവത്തെ അന്വേഷിച്ച് നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്? നമ്മൾ വിശ്വസിക്കുന്ന, നമ്മൾ ആരാധിക്കുന്ന ഒരു ക്രൈസ്തവൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഒരു ദേവാലയത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ആധ്യാത്മികതയല്ല നമ്മുടെ ആധ്യാത്മികത എന്ന് പറയുന്നത്. ആണോ? അല്ല. നമ്മൾ ആരാധിക്കുന്ന, നമ്മൾ അന്വേഷിക്കുന്ന ദൈവത്തെ നമ്മൾ കണ്ടുമുട്ടുന്നത് ഈ ചെറിയവരിൽ ഒരുവനിലാണ്. അതുകൊണ്ടാണ് വചനം പറയുന്നത്, ഈ ചെറിയവരിൽ ഒരുവനെ നിന്ദിച്ച് കടന്നു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അവരിന് വേണ്ടി, ഈ ചെറിയവരിൽ ഒരുവിന് വേണ്ടി എനിക്ക് ഒരുപക്ഷെ ലക്ഷങ്ങളോ കോടികളോ ഒന്നും കൊടുക്കാനില്ലെങ്കിൽ പോലും അവൻ്റെ ജീവിതത്തിന് സമാധാനവും ദൈവാനുഗ്രഹവും ഉണ്ടാകുന്ന വഴിയിലേക്ക് അവനെ എത്തിക്കുമ്പോൾ ഞാൻ അവൻ്റെ മുൻപിൽ ഒരനുഗ്രഹമായി മാറുകയാണ്. അങ്ങനെ ചെയ്യുന്നത് അവനെ ഞാൻ എൻ്റെ സഹോദരനായി കണ്ടുകൊണ്ടാണ്. ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവത്തെ ഞാൻ അവനിൽ ദർശിച്ചുകൊണ്ടാണ് ഞാൻ അവന് വേണ്ടി അത് ചെയ്യുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം എടുത്ത്, വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിൽ 2ാമത്തെ അധ്യായത്തിൽ 10ഉം 11ഉം തിരുവചനങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളവിടെ കാണുകയാണ് എന്താണ്? രാത്രിയിൽ ആട് മേയിച്ചുകൊണ്ട് നടന്ന ആട്ടിടയന്മാർക്ക് ദൈവത്തിൻ്റെ ദർശനം ഉണ്ടാവുക. എന്തായിരുന്നു ദർശനം? ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്ക് വേണ്ടി ഒരു രക്ഷകൻ പിറന്നിരിക്കുന്നു. എന്ത് ചെയ്യണം? പറഞ്ഞിരിക്കുന്നു. ബാക്കി എന്താ? ഇതായിരിക്കും നിങ്ങൾക്ക് അടയാളം. അടയാളം കൊടുക്കുകയാണ്. എന്താണ് അടയാളം? പിള്ളക്കച്ചകൾ കൊണ്ട് പൊതിഞ്ഞ്
പുൽക്കൊട്ടിൽ കിടത്തിയിരിക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അവർക്കൊരു സന്ദേശം ലഭിക്കുക, ദൈവദൂതനിലൂടെ അവർക്കൊരു സന്ദേശം ലഭിക്കുകയാണ്. അവർ ആ സന്ദേശം സ്വീകരിക്കുന്നു. പിന്നെ അവരെന്താ ചെയ്യുന്നത് നോക്കിയേ. ഈ സന്ദേശം സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർ ചെയ്ത് തൊട്ടടുത്ത വചനത്തിൽ കിടപ്പുണ്ട്, വായിച്ചു നോക്കിയേ. പെട്ടെന്ന് സ്വർഗീയ സൈന്യത്തിൻ്റെ ഒരു വ്യൂഹം പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് പറഞ്ഞു, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഹല്ലേലൂയ. ഉണ്ടോ? ആ സന്ദേശം വളരെ കൃത്യമായിട്ട് അവർ സ്വീകരിച്ചു. ഇനി അതിൻ്റെ താഴോട്ട് വന്നേ. അത് കഴിഞ്ഞപ്പോൾ അവർ എടുക്കുന്ന സ്റ്റെപ്പ് എന്താന്ന് നോക്കിക്കേ. ദൂതന്മാർ അവരെ വിട്ടു പോയി കഴിഞ്ഞപ്പോൾ അവർ പറയുകയാണ്, എന്ത് പറഞ്ഞു? അവർ പരസ്പരം പറഞ്ഞു, എന്താ പറഞ്ഞത്? നമുക്ക് ബെത്ലഹേം വരെ പോകാം. കർത്താവ് നമ്മെ അറിയിച്ച ഈ സംഭവം നമുക്ക് കാണാം. ഹല്ലേലൂയ. ബാക്കിയും കൂടെ. അവരതിവേഗം. അവർ പിന്നെ അവിടെ ആലോചിച്ചൊന്നും നിൽക്കുന്നില്ല. ദൈവത്തിൻ്റെ ദൂതൻ ഒരു വെളിപ്പെടുത്തൽ കൊടുത്തു കഴിഞ്ഞപ്പോൾ പിന്നെ അവരവിടെ ആലോചിച്ച്, നാളെ ആകട്ടെ, പിന്നെ ആകട്ടെ, സമയം കിട്ടുമെങ്കിൽ നമുക്ക് നോക്കാം, സമയം കിട്ടുമ്പോൾ നമുക്കൊന്ന് ബെത്ലഹേം വരെ പോകാം, അങ്ങനെ വല്ലതുമാണോ പറയുന്നത്? അല്ല. ദൈവത്തിൻ്റെ വെളിപ്പെടുത്തൽ കിട്ടിക്കഴിഞ്ഞ ഉടനെ തന്നെ, ദൈവദൂതൻ അവരെ വിട്ടു പോയി കഴിഞ്ഞ ഉടനെ തന്നെ ഇവരെടുക്കുന്ന സ്റ്റെപ്പ്, ഇവരെടുക്കുന്ന തീരുമാനം എന്താണെന്ന് ചോദിച്ചാൽ, അതിവേഗം അവരെങ്ങോട്ട് പോകുവാണ്? മറിയത്തെയും ജോസഫിനെയും പുൽത്തൊട്ടിയിൽ കിടത്തിയിരിക്കുന്ന ശിശുവിനെയും കണ്ടു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിലും ഒരു ഡിസിഷൻ എടുക്കണം, ഒരു തീരുമാനമെടുക്കണം. നമ്മളിങ്ങനെ സന്ദേശം കേട്ടോണ്ടിരുന്നാൽ പോരാ. 3 കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. 1, ദൈവദൂതൻ്റെ സന്ദേശം കേൾക്കണം. 2, ഈ സന്ദേശത്തിനനുസരിച്ച് നമ്മൾ ചലിക്കണം, പോകണം. 3, നമ്മൾ കാണണം. പിന്നെ അവർ വേറൊരു കാര്യം ചെയ്തു. കണ്ടു കഴിഞ്ഞപ്പോൾ അവർ വേറൊരു കാര്യം ചെയ്തിട്ട് താഴോട്ട് വായിച്ചേ. അനന്തര ശിശുവിനെ കുറിച്ച് തങ്ങളോട് പറയപ്പെട്ട കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിച്ചു. ഹല്ലേലൂയ. ഇപ്പം കണ്ടോ, 4 സ്റ്റെപ്പുകളിലൂടെ ഇവർ കടന്നു പോവുക. ഏതൊക്കെയാ? ദൂതൻ്റെ വെളിപ്പെടുത്തലനുസരിച്ച് ഇവർ തീരുമാനമെടുത്ത് വളരെ പെട്ടെന്ന് ബെത്ലഹേമിലേക്ക് പോകുന്നു. അവിടെ ചെന്ന് മറിയത്തോടും യേശുപിതാവിനോടും അടുത്ത് കിടക്കുന്ന കൂടെയായിരിക്കുന്ന ഉണ്ണീശോയെ അവർ കണ്ടുമുട്ടുന്നു. അവർ കണ്ടത് അനുഭവിച്ചത് അവരെന്ത് ചെയ്യുന്നു? ഒളിച്ചു വെക്കുന്നില്ല, മറച്ചു വെക്കുന്നില്ല, നീതീകരിച്ചു വെക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യുവാണ്? അവർ മറ്റുള്ളവരെ അറിയിക്കുക. ഹല്ലേലൂയ. ഇതാ നമ്മുടെ റോൾ, ഇതാ നമ്മുടെ ദൗത്യം. നമ്മളിങ്ങനെ കേട്ടിരുന്നാൽ പോരാ. കേട്ടിരിക്കുന്നത് ആദ്യത്തെ ഒരു സ്റ്റെപ്പേ ആകുന്നുള്ളൂ. ദൈവദൂതൻ്റെ വെളിപ്പെടുത്തലുകൾ നമ്മൾ സ്വീകരിക്കുന്നത് ആദ്യത്തെ സ്റ്റെപ്പാണ്. അതിന് കഴിഞ്ഞ് നമുക്കതൊരു ചലനം സൃഷ്ടിക്കണം നമ്മളിൽ. ദൈവത്തിൻ്റെ വചനം കേൾക്കുമ്പോൾ ആ വചനം, ആ സന്ദേശം നമ്മളിലൊരു ചലനം സൃഷ്ടിക്കണം. 2-മത്തേത്. 3-മത്തേതാണ് നമ്മൾ അതെവിടെയാണ്, ബെത്ലഹേം എവിടെയാണ്? ബെത്ലഹേം അന്വേഷിച്ച് പോവുക. യേശുക്രിസ്തു എവിടെയാണ് ജനിച്ചിരിക്കുന്നത്? ബെത്ലഹേമിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് മറിയത്തോടൊപ്പം യേശുപിതാവിനോടൊപ്പം ഉണ്ണീശോയെ കണ്ടാരാധിക്കുക. കണ്ടോ, പരിശുദ്ധ അമ്മ യേശുപിതാവിൻ്റെ വളർത്തുപിതാവിനോടൊപ്പം, ഉണ്ണീശോയുടെ വളർത്തുപിതാവിനോടൊപ്പം, അമ്മയോടൊപ്പം, പരിശുദ്ധ അമ്മയോടൊപ്പം ആ ഈശോയുടെ തിരുമുഖം കണ്ടനുഭവിക്കാനുള്ള കൃപയിലേക്ക്, വിളിയിലേക്ക് ദൈവം ഈ ആട്ടിടയന്മാരെ കൂടെ കൂട്ടിച്ചേർക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 2000 വർഷങ്ങൾ കഴിഞ്ഞിട്ട് ജനിച്ചിരിക്കുന്ന ഇന്ന് ഈ തലമുറയിലായിരിക്കുന്ന നമുക്കും ഈ ബെത്ലഹേം എവിടെയാ? നമ്മളെങ്ങോട്ടാ പോകേണ്ടത്? ഈ ബെത്ലഹേം എന്ന് പറയുന്ന 2000 വർഷങ്ങൾക്കപ്പുറത്ത് ഈ ഉണ്ണീശോയുടെ തിരുമുഖം കാണുന്ന എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടിയും ഇന്നും ബെത്ലഹേമിൽ ജനിക്കുന്ന ഈശോ അതെവിടെയാ? നമ്മുടെ ഓരോരുത്തരുടെയും ഇടവകയിലെ ആൾക്കാർ എവിടെയാണോ ബലി അർപ്പിക്കുന്നത്, ബലിയർപ്പണം നടക്കുന്ന ബലിപീഠത്തിലാണ് ഈ ബെത്ലഹേം. പ്രൈസ് ദി ലോർഡ്. അപ്പം നമ്മൾ എന്നും പോകുന്ന നമ്മുടെ ഇടവകയിലേക്കാണ്. നമ്മൾ ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ ഇങ്ങനെ നമ്മുടെ ധ്യാന സെൻറ്ററിലേക്ക് വരുന്നു. അല്ലാത്തപ്പോൾ എല്ലാം നമ്മൾ ബെത്ലഹേം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നമ്മുടെ
ഇടവക ദേവാലയം, അല്ലെങ്കിൽ ഇന്ന് നമ്മുടെ സാന്ത്വഭവൻ്റെ വിശുദ്ധ കുർബാനയുടെ അൾത്താരയുടെ മുൻപിലാണ് ഈ ബെത്ലഹേമിൽ നേരിട്ട് ചെന്ന് ഈശോയെ കണ്ടത്. കാരണം ഈ കുദാശയിൽ എന്താ സംഭവിക്കുന്നത്? വിശുദ്ധ കുർബാന എന്ന കുദാശയിൽ എന്താ സംഭവിക്കുന്നത്? ഈശോയുടെ ജനനം, ഈശോയുടെ പരസ്യജീവിതം, ഈശോയുടെ പീഡാസഹനം, ഈശോയുടെ കുരിശുമരണം, ഈശോയുടെ ഉത്ഥാനം. അതായത് മനുഷ്യകുലത്തെ രക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ദൈവത്തിൻ്റെ സകല രക്ഷാകര പ്രവൃത്തികളും നടക്കുന്ന ബെത്ലഹേമാണ് ഈ ബലിപീഠം, ഈ ദേവാലയം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ആട്ടിടയന്മാർക്ക് പരിശുദ്ധ അമ്മയോടും വിശുദ്ധ യേശുപിതാവിനോടും ഒപ്പം ഉണ്ണീശോയുടെ തിരുമുഖം കാണാൻ ഭാഗ്യം ലഭിച്ചതുപോലെ ഓരോ വിശുദ്ധ കുർബാനയിലും എനിക്കും നിങ്ങൾക്കും ദൈവം തരുന്ന ഏറ്റവും മഹത്തായ ഭാഗ്യം എന്ന് പറയുന്നത് ഈശോയെ കണ്ടുമുട്ടുന്ന ഇടമാണ് നമ്മുടെ വിശുദ്ധ കുർബാനയുടെ സമയം. പ്രൈസ് ദി ലോർഡ്. അവർ ബെത്ലഹേമിലാണ് ഈശോയെ കണ്ടുമുട്ടിയെങ്കിൽ നമ്മൾ ഇന്ന് കൗദാശികമായിട്ട് 2000 വർഷങ്ങൾക്കപ്പുറത്ത് ജനിക്കുകയും ജീവിക്കുകയും ചെയ്യുന്ന നമുക്ക് ഈ കുദാശാപരമായിട്ട് വിശ്വസിച്ച് ഈശോയെ കാണാനും അനുഭവിക്കാനും ഉള്ള ഭാഗ്യമാണ് നമുക്ക് ഓരോ വിശുദ്ധ ബലിയിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ അവസ്ഥയിലേക്ക് നമ്മൾ ഈ അവസ്ഥയിലൂടെയും ഈ കണ്ടുമുട്ടലിൻ്റെ അവസ്ഥയിലൂടെയും കടന്നു പോകുന്നു. മൂന്നാമത്തെ കാര്യം എന്താണ്? മൂന്നാമത്തെ കാര്യമാണ് പറഞ്ഞത്, ഈ രക്ഷകനെ മറ്റുള്ളവർ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ രക്ഷകനെ മറ്റുള്ളവർ അറിയണമെങ്കിൽ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് പറയണം. ഈ അട്ടിടയന്മാർക്ക് കിട്ടിയ സന്ദേശം അവർ മനസ്സിൽ കൊണ്ടു നടന്നില്ല. പിന്നെ അവരെന്ത് ചെയ്തു? അവർ പറഞ്ഞു, അവരറിയിച്ചു, മറ്റുള്ളവരോട് പറഞ്ഞു. അവരുടെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം അവർ പങ്കുവെക്കാൻ തുടങ്ങി. അതാണ് അവരുടെ വിശ്വാസ പ്രഘോഷണം. പ്രൈസ് ദി ലോർഡ്. അവരുടെ വിശ്വാസ പ്രഘോഷണമാണത്. ഹല്ലേലൂയ. അപ്പം നമ്മളും എനിക്കിനി സമയമില്ലെന്നോ, അല്ലെങ്കിൽ ഇതെൻ്റെ ഉത്തരവാദിത്വമല്ലെന്നോ, അല്ലെങ്കിൽ മറ്റാരെങ്കിലും ഒക്കെ ചെയ്തോട്ടെ എന്ന് കരുതിയോ നമ്മുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന്, നമ്മുടെ ദൗത്യത്തിൽ നിന്ന് നമ്മൾ മാറി നിന്നാൽ ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതെ വരും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞില്ലേ, ആ സഹോദരൻ എന്നോട് പറഞ്ഞില്ലേ, ജീവിതത്തിൽ ദൈവിക ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു, പക്ഷേ അവസരോചിതമായിട്ട് ഞാനതങ്ങ് നിർത്തിക്കളഞ്ഞു. അപ്പോൾ ദൈവത്തിൻ്റെ ശുശ്രൂഷ നിർത്തിക്കളഞ്ഞപ്പോൾ അതിലൂടെ അനേകർക്ക് ലഭിച്ചുകൊണ്ടിരുന്ന അനുഗ്രഹങ്ങളെല്ലാം ബ്ലോക്കായപ്പോൾ ദൈവം അവിടെ അദ്ദേഹത്തെ ഒന്ന് ചിന്തിപ്പിക്കുകയാണ്, ചോദിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞത് നീ ചെയ്യുന്നില്ല, പക്ഷെ നീ പറയുന്നത് ഞാൻ ചെയ്യണമല്ലേ? അപ്പം നമ്മുടെ പ്രാർത്ഥന മാത്രം പോരാ, നമ്മുടെ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് നമുക്ക് പ്രാർത്ഥനയും വേണം, ഒപ്പം പ്രവൃത്തിയും വേണം. ദൈവം ഈ ചെറിയവരിൽ ഒരുവനില്ല. അവൻ ദുഃഖിക്കുന്നവനാണെങ്കിൽ, സങ്കടപ്പെടുന്നവനാണെങ്കിൽ, വസ്ത്രമില്ലാത്തവനാണെങ്കിൽ, ഭക്ഷണമില്ലാത്തവനാണെങ്കിൽ, പാർപ്പിടമില്ലാത്തവനാണെങ്കിൽ, വഴിയരികിൽ കിടക്കുന്നവനാണെങ്കിൽ, മുറിവേറ്റവനാണെങ്കിൽ അവരിലാണ് ഈശോ. അവർക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്തു കൊടുക്കുന്നത് അത് കണ്ടിട്ടാണ്, അവരോടൊത്തുള്ള എൻ്റെ ആ ജീവിതം കണ്ടിട്ടാണ് ദൈവം എന്നെ അനുഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. വലത്തുകരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. സ്വരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കരങ്ങൾ വീശിക്കൊണ്ട് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്നും ബെത്ലഹേമിൽ പോകാറുള്ളവരെന്ന് കൈപ്പൊക്കിക്ക്. എന്നും ബെത്ലഹേമിൽ പോകാറുള്ളവർ കണ്ടോ? എന്നും ബെത്ലഹേമിൽ പോയി ഉണ്ണീശോയെ കണ്ട് ആരാധിക്കുന്നവരാണ് നമ്മളെല്ലാവരും. ഇനി ഒത്തിരി പേരോട് ഈ ഉണ്ണീശോയോട് പറയുകയും ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുകയും ചെയ്തിട്ടുള്ളവർ കൈപ്പൊക്കിക്ക്. ഏതെങ്കിലുമൊക്കെ ശുശ്രൂഷകൾ ഈശോയ്ക്ക് വേണ്ടി ചെയ്തിട്ടുള്ളവർ കൈ കുറഞ്ഞു എങ്കിലും ചെയ്യണം. ചെയ്തുകൊണ്ടിരിക്കുന്നവർ ചെയ്യണം, ചെയ്യാത്തവർ ചെയ്യാൻ തുടങ്ങണം. അങ്ങനെ ഈശോയെ എല്ലാവരെയും അറിയിക്കണം. പ്രിയപ്പെട്ടവരെ, ഇനി മത്തായിയുടെ സുവിശേഷം 25:9 എടുത്തേ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25:9. അവിടെ നമ്മൾ കാണുന്നത് എന്താണെന്നറിയാവോ? 10 കന്യകമാരുടെ കഥയാണ്. ഈ 10 കന്യകമാരിൽ 5 പേരുടെ പ്രത്യേകത എന്തായിരുന്നു? വിവേകമതികളായിരുന്നു. വേറെ 5 പേരോ വിവേകശൂന്യകളായിരുന്നു. എന്തുകൊണ്ടാണ് അവരെ വിവേകശൂന്യകളെന്ന് ബൈബിൾ വിളിക്കുന്നത്? അവര് വിളക്കിൽ എണ്ണ കരുതാതെയാണ് അവർ വന്നത്. മണവാളം വരാൻ സമയമായപ്പോൾ ഇവരെന്ത് ചെയ്തു? എണ്ണ ശേഖരിക്കാൻ പോയേക്കുമായിരുന്നു. ഇവരെണ്ണ ശേഖരിക്കാൻ പോകാതെ അത് പരിഹരിക്കാൻ പറ്റുമോ? ഇവരുടെ കയ്യിലുള്ള എണ്ണ ഇല്ലാത്തവർക്ക് പരിഹരിക്കാൻ പറ്റുമെന്ന് ഇവർ നോക്കി. എങ്ങനെയാണ് പരിഹരിക്കാൻ പറ്റുമെന്ന് നോക്കിയത്? എണ്ണ ഉള്ളവരോട് ഇവർ ചോദിക്കുകയാണ്. എന്താ ചോദിച്ചത്? നിങ്ങളുടെ എണ്ണയിൽ കുറച്ച് ഞങ്ങൾക്ക് തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ഈ വിവേകമതികളായ കന്യകൾ പറഞ്ഞ മറുപടി എന്താ? ഞങ്ങൾക്കും നിങ്ങൾക്കും തികയാതെ വരുന്നത് കൊണ്ട് ഞങ്ങളുടെ കയ്യിലുള്ളത് ഞങ്ങൾ പകർന്നു തരാൻ ഇഷ്ടപ്പെടുന്നില്ല. നിങ്ങൾ പോയി വിൽപ്പനക്കാരൻ്റെ അടുത്തുനിന്ന് വാങ്ങിക്കൊള്ളുക.
പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നന്മ ചെയ്യുന്നത് നമ്മൾ പറഞ്ഞില്ലേ, അവരിന് വേണ്ടി നന്മ ചെയ്യണമെന്ന് നമ്മൾ പറഞ്ഞില്ലേ. ഈ നന്മ ചെയ്യുമ്പോൾ വിവേകത്തോടെ ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യുമ്പോഴേ നമുക്കത് അനുഗ്രഹമായി തീരുകയുള്ളൂ. ഒന്ന് ചിന്തിച്ച് നോക്കിയേ, ഈ വിവേകമതികളെന്ന് പറയുന്ന ഈ കന്യകമാർ ആ എണ്ണ പകർന്നു കൊടുത്ത് ഇവർക്കും കൂടെ എണ്ണ വിളക്കിലില്ലാത്തൊരു സാഹചര്യം വന്നിരുന്നെങ്കിൽ ഇവർക്ക് അർദ്ധരാത്രിയിൽ മണവാളൻ വരുമ്പോൾ മണവാളിനെ സ്വീകരിക്കാൻ പറ്റുമായിരുന്നു. ഇവർക്ക് കിട്ടിയ പേര് വളരെ അർത്ഥവത്തായ പേരല്ലേ, വിവേകമതികൾ അല്ലേ. എന്നാൽ ഇവരൊന്നും ചിന്തിച്ചില്ലല്ലോ. ഈ 5 പേരും കൂടെ ഞങ്ങളുടെ കൂട്ടത്തിൽ മണവാളിനെ കണ്ടോട്ടെ എന്ന് കരുതി എണ്ണ പകർന്നു കൊടുത്തോ? ഇല്ല. അപ്പോൾ എപ്പോഴും നന്മ ചെയ്യണം. ആ നന്മ എപ്പോഴും എങ്ങനെയായിരിക്കണം? ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യണം, ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ചെയ്യണം, വിവേകത്തോടെ ചെയ്യണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമുക്ക് ഈ വചനം വേറൊരു തരത്തിൽ വായിക്കുമ്പോൾ നമുക്ക് തോന്നിയല്ലേ, ഈ സഹോദരിമാർ ചെയ്ത് തെറ്റായിപ്പോയെന്ന് നമുക്ക് തോന്നിയല്ലേ. അവർ കൊടുത്തില്ലല്ലോ. അവർ കൊടുത്തിരുന്നെങ്കിൽ, പക്ഷെ കൊടുക്കേണ്ട ഒക്കെ ഒരു സമയമുണ്ട്. സമയം കഴിഞ്ഞു നീ, എല്ലാത്തിൻ്റെയും സമയം കഴിഞ്ഞു. ഇത് മണവാളൻ നമ്മുടെ വാതിക്കൽ എത്തിയിരിക്കുക. അവൻ നമ്മുടെ മുറിയുടെ മുട്ടിൽ നമ്മുടെ മുട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ഇനി നമുക്ക് കൊടുക്കാനോ എടുക്കാനോ ഒന്നിനും സമയമില്ല. കൊടുക്കേണ്ട സമയമൊക്കെ ചിലപ്പോൾ കഴിഞ്ഞ് പോയിക്കൊണ്ടിരിക്കുക. അപ്പം വിവേകത്തോടെ എല്ലാ കാര്യങ്ങളും ഈ വചനം എൻ്റെ മനസ്സിൽ കിട്ടിയത് എപ്പോഴാണെന്നറിയാമോ? അത് ഒരു സഹോദരൻ്റെ ജീവിത കഥ കേട്ടപ്പോഴാണ് എനിക്ക് ഈ വചനം കർത്താവ് എൻ്റെ മനസ്സിലേക്ക് തന്നത്. അദ്ദേഹം ഭയങ്കര നല്ലൊരു മനുഷ്യനാണ്, ഒത്തിരി ഉപകാരിയാണ്. നമ്മൾ പറയല്ലേ, നാട്ടുകാർക്കും വീട്ടുകാർക്കും എല്ലാം എന്ത് സഹായവും ചെയ്യുന്നൊരു മനുഷ്യനാണ്. അങ്ങനെ സഹായിച്ച് വീടും സ്ഥലവും അതെല്ലാം വെച്ച് ലോൺ എടുത്ത് ജാമ്യമൊക്കെ നിന്ന് കടക്കാരനെ സഹായിച്ച് ഇപ്പം എന്ത് സംഭവിച്ചു? ജാമ്യം നിന്നതിൻ്റെ വകയിൽ ജപ്തിയായി പോകുകയാണ്. എന്ത്? സ്വന്തം വീടും സ്ഥലവും ജപ്തിയായി പോകുകയാണ്. അപ്പം ഞാൻ ചോദിച്ചു, സഹോദരനോട് ചോദിച്ചു, അങ്ങനെ ഒരു തീരുമാനം എടുത്തപ്പോൾ സ്വന്തം വീടും സ്ഥലവും പിന്നെ ജാമ്യം വെച്ച് അവർക്ക് പൈസ എടുത്തു കൊടുത്ത് അവരെ രക്ഷിക്കാൻ നോക്കിയ ആ കാര്യം ഭാര്യയോടും മക്കളോടൊക്കെ ആലോചിച്ചിട്ടാണോ ചെയ്തത്? പ്രാർത്ഥിച്ചിട്ടാണോ ചെയ്തത്? ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ടാണോ ചെയ്തത്? ഒന്നുമല്ല. അത് പെട്ടെന്ന് അങ്ങ് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പം പെട്ടെന്ന് അവിവേകം, നന്മയെന്ന് വിളിക്കുന്നതിനെ പോലും പെട്ടെന്ന് നമ്മൾ വിവേചിക്കാതെ അവിവേകമായിട്ട് ചെയ്തതിൻ്റെ പരിണിത ഫലമായിട്ട് ഇദ്ദേഹം ഇപ്പോൾ ഒരു വലിയ കുഴി കിടക്കുക. അതെവിടെ എത്തും എന്നുള്ള ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ. അത്രമാത്രം വലിയ തകർച്ചയിലെത്തിയിരിക്കുക. അപ്പോൾ അങ്ങനെ ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിച്ച സമയത്താണ് കർത്താവ് എനിക്ക് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 25-ാം അധ്യായം 9-ാമത്തെ തിരുവചനം തന്നിട്ട് കർത്താവ് പറയുന്നത്, നന്മ ചെയ്യണം, പക്ഷേ ആ നന്മ എപ്പോഴും എങ്ങനെയായിരിക്കണം? ദൈവം ആഗ്രഹിക്കുന്നത് ചെയ്യണം, ദൈവം ആഗ്രഹിക്കുന്ന സമയത്ത് ചെയ്യണം, ദൈവം ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്യണം. ദൈവഹിതമല്ലാത്ത നമ്മൾ വിടണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. വലത്തെ ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ഈ തിരുവചനത്തിലേക്ക് വരാം. ഹെബ്രായർക്ക് എഴുതിയ ലേഖനം എടുത്ത് 2-ാമത്തെ അധ്യായം 6-7 നമ്മളിങ്ങനെ കാണുകയാണ്. അങ്ങ് മനുഷ്യനെ ഓർക്കാൻ അവൻ ആരാണ്? അങ്ങ് ശ്രദ്ധിക്കാൻ മനുഷ്യപുത്രൻ ആരാണ്? ദൈവദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി അങ്ങ് അവനെ സൃഷ്ടിച്ചു. മഹിമയും ബഹുമാനവും കൊണ്ട് അവനെ കിരീടമണിയിച്ചു. കിട്ടിയോ? ഉറക്കെ വായിക്കാവോ? ഒന്നോടെ സിസ്റ്റർ വലത്തുകര ഉയർത്തിക്ക്, എല്ലാവരും ഉയർത്തിക്ക്. സിസ്റ്റർ പറഞ്ഞു തരാം. അങ്ങ് മനുഷ്യനെ ഓർക്കാൻ അവൻ ആരാണ്? അങ്ങ് ശ്രദ്ധിക്കാൻ മനുഷ്യപുത്രൻ ആരാണ്? ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി അങ്ങ് അവനെ സൃഷ്ടിച്ചു. മഹിമയും ബഹുമാനവും കൊണ്ട് അവനെ കിരീടമണിയിച്ചു. ഹല്ലേലൂയ. അതായത് പ്രിയപ്പെട്ടവരെ, ഈ വചനത്തിൽ എന്താ കർത്താവ് വെളിപ്പെടുത്തുന്നതെന്നറിയാവോ? എന്താ വെളിപ്പെടുത്തുന്നത്? മനുഷ്യൻ്റെ മഹത്വത്തെക്കുറിച്ചാണ്, മനുഷ്യന് ദൈവം കൊടുക്കുന്ന വിലയെക്കുറിച്ചാണ് ദൈവം വെളിപ്പെടുത്തുന്നത്. എപ്പോഴാണ് നമ്മൾ വിലയുള്ളവരായി തീർന്നത്? നമ്മളെപ്പോഴാണ് വിലയുള്ളവരായി തീർന്നത്? പറയാവോ? നമ്മളെപ്പോഴാണ് വിലയുള്ളവരായി തീർന്നത്? ആർക്കെങ്കിലും പറയാവോ? ക്രിസ്തുവിൻ്റെ വരവിലാണ് നമ്മൾ വിലയുള്ളവരായി തീർന്നത്. കാരണം ദൈവം വെറും മനുഷ്യനെ തേടി ഈ ഭൂമിയിലേക്ക് മനുഷ്യനായി തീർന്ന് കടന്നു വരുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? മനുഷ്യൻ എന്തോ വലിയ വിലയുള്ളവനാണ്. ഹല്ലേലൂയ. നമ്മുടെ കയ്യിലിരിക്കുന്ന ഒരു 10 രൂപ നോട്ട് താഴെ വീണു പോയാൽ നമ്മൾ അധികം തപ്പുവോ? അതെവിടെ പോയി എന്ന് അന്വേഷിച്ച് നടക്കുവോ?
ഇല്ല. 1000 രൂപ നോട്ട് കയ്യിൽ നിന്ന് താഴെ പോയാലോ എന്തു ചെയ്യും? തപ്പി നടക്കുകയല്ലേ? അതെവിടെയാണ് പോയത്? നമ്മൾ വന്ന വഴിയിൽ കൂടെയൊക്കെ അത് അന്വേഷിച്ച് നടക്കും. കയ്യിൽ കിടന്നിരുന്ന ഒരു സ്വർണ്ണമല്ലാത്ത ഒരു സാധനം നമ്മുടെ കയ്യിൽ നിന്ന് താഴെ പോയാൽ നമ്മളത് അന്വേഷിച്ച് പോവുകയില്ല. പക്ഷെ കയ്യിൽ കിടന്നിരുന്ന 1 പവൻ്റെ സ്വർണ്ണം, ഇന്ന് 1 പവൻ്റെ സ്വർണം നഷ്ടപ്പെട്ടു പോയാൽ നമ്മൾ എന്തു ചെയ്യും? കരഞ്ഞുകൊണ്ട് അന്വേഷിച്ച് നടക്കും. എന്താ കാരണം? അതിൻ്റെ വില നമുക്കറിയാം. അതെത്രത്തോളം വിലയുള്ളതാണെന്നും എത്രത്തോളം വിലയില്ലാത്തതാണെന്നും നമുക്കറിയാവുന്നത് കൊണ്ട് വിലയില്ലാത്തതിനെ നമ്മൾ തള്ളിക്കളയും, വിലയുള്ളതിനെ നമ്മൾ തപ്പിയെടുക്കും, ചേർത്ത് പിടിക്കും. അതുകൊണ്ടല്ലേ ഒരു മോതിരമോ ഒരു സ്വർണ്ണം എന്തെങ്കിലും ഒരു ചെളിക്കുഴിയിലോട്ട് വീണുപോയാൽ നമ്മൾ എന്തു ചെയ്യും? അത് ആ ചെളിക്കുഴിയിൽ നമ്മൾ എടുക്കും. കാരണം എന്താ? അത് ചെളിയിൽ വീണു എന്ന് കരുതി അതിൻ്റെ വില കുറഞ്ഞു പോകുന്നില്ല, അതിൻ്റെ മഹത്വം കുറഞ്ഞു പോകുന്നില്ല. അത് അല്പം വെള്ളം ഉപയോഗിച്ച് കഴുകിയാൽ അത് പഴയതുപോലെയായി, അതിൻ്റെ മഹത്വം അങ്ങനെ തന്നെയായി. ഇതുപോലെ ദൈവം ഇങ്ങനെ ഒരു തീരുമാനമെടുക്കണമെങ്കിൽ തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് വിട്ടിട്ടാണെങ്കിലും വേണ്ടിയല്ല, ഈ മനുഷ്യനെ രക്ഷിക്കണമെന്ന് ദൈവം തീരുമാനമെടുക്കണമെങ്കിൽ അതിൻ്റെ കാരണം എന്താ? മനുഷ്യന് വചനം തന്നെ പറയുന്നുണ്ട്, ദൂതന്മാരെക്കാൾ അല്പം താഴ്ന്നവനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറയുമ്പോൾ മനുഷ്യൻ മഹത്വമുള്ളവനാണ്. മഹത്വവും ബഹുമാനവും കൊണ്ട് അവനെ കിരീടമണിയിച്ചിരിക്കുക. കണ്ടോ? മഹത്വവും ബഹുമാനവും. അപ്പം നമ്മുടെ മഹത്വവും നമ്മുടെ ബഹുമാനവും നമ്മൾ കളഞ്ഞു കുളിക്കരുത്, നമ്മൾ കളഞ്ഞു കുടിക്കരുത്. മഹാത്മാഗാന്ധിജി പറയുന്നൊരു വാക്കുണ്ട്, മനുഷ്യൻ്റെ മഹത്വം അവൻ്റെ ശക്തിയിലല്ല, അദ്ദേഹം പറയാണ് അവൻ്റെ കരുണയിലാണ്. മനുഷ്യൻ്റെ മഹത്വവും മഹിമയും എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഹൃദയത്തിലുള്ള അവൻ്റെ കരുണയിലാണ്, അവൻ്റെ ഉള്ളിലുള്ള സ്നേഹത്തിലാണ്, അവൻ കാണിക്കുന്ന അനുകമ്പയിലാണ്, അവൻ്റെ ഔദാര്യത്തിലാണ്, അവൻ്റെ ഹൃദയത്തിലെ നന്മയിലാണ് മനുഷ്യൻ്റെ മഹത്വവും മനുഷ്യൻ്റെ മഹിമയും ഒക്കെ നിലകൊള്ളുന്നത്. അതുകൊണ്ട് മനുഷ്യൻ്റെ വിലയും മഹത്വവും എത്ര വലുതാണെന്ന് വിലയിട്ടവനെ പറയാൻ പറ്റുള്ളൂ. ആരാ വിലയിട്ടത്? ദൈവം തൻ്റെ പുത്രനോളം വിലയിട്ടു. കാരണം എന്താണെന്ന് തിരുവചനത്തിൽ നമുക്ക് മനസ്സിലാകും. ഒന്ന്, മനുഷ്യൻ്റെ മഹത്വത്തിൻ്റെ ആദ്യത്തെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മനുഷ്യൻ ആരുടെ ഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്? ദൈവത്തിൻ്റെ ഛായയിലാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. ഈ സൃഷ്ടിയിൽ തന്നെ നമ്മൾ നോക്കിയേ, മനുഷ്യന് ദൈവം കൊടുത്ത മഹത്വം, നമുക്ക് ചിന്താശക്തി തന്നിരിക്കുക ദൈവം. മനുഷ്യൻ എന്ത് തന്നു? ചിന്തിക്കാൻ. മൃഗങ്ങൾക്കതുണ്ടോ? വൃക്ഷജാലങ്ങൾക്കതുണ്ടോ? ഇല്ല. അപ്പം മനുഷ്യന് ദൈവം നൽകിയിരിക്കുന്ന ഏറ്റവും വലിയൊരു കൃപയാണ്, ശക്തിയാണ് ചിന്താശക്തി. ഹല്ലേലൂയ. നമ്മുടെയൊക്കെ ചിന്ത നോർമലായിരിക്കുന്നത് കൊണ്ടല്ലേ നമ്മളിന്ന് നോർമലായിട്ട് നടക്കുന്നത്. ആണോ? എന്നെ ഒന്നിനും കൊള്ളത്തില്ല, എന്നെ ആർക്കും വേണ്ട, എനിക്കൊരു കഴിവുമില്ല, ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സ്വഭാവം മാറിയില്ലേ? മാറിയോ? മാറി. അപ്പം നമ്മുടെ ചിന്താശക്തി, പോസിറ്റീവായിട്ട് ചിന്തിച്ച് ജീവിതത്തിൽ കരകയറാൻ പറ്റുക എന്ന് പറയുന്നത് മനുഷ്യൻ്റെ ഒരു വലിയ കഴിവ്, ജന്മനാൽ തന്നെ ദൈവം തന്നിരിക്കുന്നതാണ്. രണ്ടാമതായിട്ട്, നമുക്ക് നാളേക്ക് വേണ്ടി കാര്യങ്ങൾ ഒത്തിരി പ്ലാൻ ചെയ്യാനുള്ള കഴിവ് ദൈവം തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമുക്കറിയാം നാളത്തെ കാര്യങ്ങൾ എന്താണെന്നുള്ളത് നമ്മൾ പ്ലാൻ ചെയ്ത് വെച്ചേക്കുക. പക്ഷേ അത് ചെയ്യാൻ പറ്റുമില്ല എന്നുള്ളത് നമുക്കറിയത്തില്ല. കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കുന്നത് ആരാണ്? ദൈവമാണ് നടപ്പിലാക്കുന്നത്. പക്ഷെ നമുക്ക് പ്ലാനിങ് ചെയ്യാൻ പറ്റും. പട്ടിക്കോ പൂച്ചയ്ക്കോ പറ്റുമോ? അത് പറ്റിയല്ല. ഇതൊക്കെ ഈ ചിന്താശക്തിയിൽ നിന്ന് വരുന്നതാണ്. 3, നമുക്ക് തെറ്റുകൾ തിരിച്ചറിഞ്ഞ് തിരുത്താൻ കഴിയും. അതിനാണല്ലോ നമ്മൾ ഓടി എങ്ങോട്ട് പോകുന്നത്. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിച്ചു, കുമ്പസാരിക്കാൻ പോകുന്ന ഒരു ആഗ്രഹമുള്ള ഒരു കൈപ്പൊക്കാൻ പറഞ്ഞപ്പോൾ ഇത് എല്ലാവരും കൈപ്പൊക്കിയേക്കുക. എപ്പോഴും നമ്മുടെ തെറ്റുകളെ കണ്ടെത്താനും അത് തിരുത്താനും ആ തെറ്റിൽ നിന്ന് കയറാനും നമുക്ക് സാധിക്കുന്നു. അതുകൊണ്ടാണ് അതെല്ലാം നമ്മുടെ ചിന്തയിൽ നിന്ന് വരുന്നത്. എനിക്ക് തെറ്റുപറ്റി. 4, നമ്മൾ മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നവരാ, മൂല്യങ്ങൾക്ക് വില കൊടുക്കുന്നവരാ. എന്താണ് മൂല്യങ്ങൾ? സത്യം, നീതി, സമത്വം, സ്വാതന്ത്ര്യം, ഇങ്ങനെയുള്ള മാനുഷികമായ മൂല്യങ്ങൾക്കും ദൈവികമായ മൂല്യങ്ങൾക്കും വില കൊടുത്ത് ജീവിക്കുന്നവരാണ് നമ്മൾ. അപ്പോൾ അതും ദൈവത്തിൻ്റെ വലിയൊരു മഹത്വമാണ്. പിന്നെ മറ്റൊന്നാണ്, നമ്മുടെ മനുഷ്യൻ്റെ മഹത്വത്തെ ഏറ്റവും കൂടുതൽ ഉയർത്തിക്കാട്ടുന്നതാണ് മനുഷ്യൻ്റെ ഉള്ളിലെ കരുണയും സ്നേഹവും. അതാണ് വിശുദ്ധരുടെയൊക്കെ ജീവിതത്തിൽ തന്നെ മദർ തെരേസ എങ്ങനെയാണ് വിശുദ്ധ മദർ തെരേസ ആയത്? അവൾ മഹത്വമാർജിച്ചത് എങ്ങനെയാണ്? അവളുടെ ഉള്ളിലെ കരുണ. ഈ ചെറിയവരിൽ ഒരുവനെ പോലും നിന്ദിക്കാതെ എല്ലാവർക്കും വേണ്ടി ജീവിച്ച് കത്തി തീർന്നപ്പോൾ അവളെ ദൈവം മഹത്വത്തിൻ്റെ കിരീടമണിച്ചു വിശുദ്ധിയായിട്ട് മാറ്റി.
ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമുക്ക് ദൈവം തന്നിരിക്കുന്ന എല്ലാ കഴിവുകളും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതായി മാറുമ്പോഴാണ് അത് മഹിമയുള്ളതും മഹത്വമുള്ളതുമായി മാറുന്നത്. നമുക്കുള്ളതെല്ലാം, ദൈവം തന്നിരിക്കുന്ന എല്ലാ കഴിവുകളും സാധ്യതകളും നമുക്ക് വേണ്ടി തന്നെ, നമ്മുടെ കുടുംബത്തിന് വേണ്ടി തന്നെ, നമുക്ക് വേണ്ടി തന്നെ ഉപയോഗിക്കുകയാണെങ്കിൽ അവിടെ വലിയ മഹത്വമൊന്നുമില്ല. ഉണ്ടോ? മഹിമയൊന്നുമില്ല. നമ്മൾ അവരിന് വേണ്ടി ജീവിച്ച് അവരിനെ കൂടെ നമുക്കൊപ്പം ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് പരിശ്രമിക്കുമ്പോഴാണ് അത് മഹത്വമുള്ളതായി മാറുന്നത്, അത് മഹിമയുള്ളതായി മാറുന്നത്, വിലയുള്ളതായി മാറുന്നത്. അറിയപ്പെടുന്ന ഏത് നന്മ ചെയ്യുന്ന മനുഷ്യരോർത്തെ അവർ കിരീടം ചാർത്തിയിരിക്കുന്നത്, അവർ മഹിമയുള്ളവരായി സമൂഹത്തിൽ നിൽക്കുന്നത് അവരുടെ ജീവിതം മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതായി മാറിയപ്പോഴാണ്. വിശക്കുന്നവന് ഭക്ഷണം കൊടുത്തും, വസ്ത്രമില്ലാത്തവന് വസ്ത്രം ധരിപ്പിച്ചും, ദുഃഖിക്കുന്നവനെ ആശ്വസിപ്പിച്ചും, മുറിവേറ്റവനെ ചേർത്ത് പിടിച്ചും, തകർന്നു പോയവനെ കൂടെ കൊണ്ടു നടന്നും ചേർത്ത് പിടിച്ച് മുന്നോട്ട് നടക്കുന്ന സമയത്ത് ദൈവത്തിൻ്റെ വലിയ ശക്തിയാണ് നമ്മളിലൂടെ പ്രകടമാകുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിയേ, നമ്മുടെ ശാസ്ത്ര ലോകത്തേക്ക് നമ്മുടെ പുരോഗതിയൊക്കെ ഒന്ന് ഓർത്ത് നോക്കിയേ. ചന്ദ്രനിൽ പോകുന്നു അല്ലേ, എന്തെല്ലാം കാര്യങ്ങളാണ്. ഏത് രോഗത്തിനുള്ള മരുന്നുകൾ കണ്ടുപിടിക്കുന്നു, ഏത് രോഗത്തിനും മരുന്നുകൾ കണ്ടുപിടിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ എന്തുമാത്രം നമ്മൾ അഭിവൃദ്ധി പ്രാപിച്ച് ലോകത്തിൻ്റെ എല്ലാ അതിർത്തികളിലേക്കും നമ്മൾ എത്തിയിരിക്കുന്നു. ഇതൊക്കെ ദൈവം മനുഷ്യന് നൽകിയിരിക്കുന്ന കഴിവാണ്, ദൈവത്തിൻ്റെ മഹത്വമാണ്. മനുഷ്യനിലേക്ക് ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ മഹത്വമാണ്, ദൈവത്തിൻ്റെ കൃപയാണ്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ദൈവത്തിൻ്റെ കൃപയാണെന്ന് പ്രഖ്യാപിക്കുകയും ആ ദൈവകൃപയോട് ചേർന്ന് നിൽക്കുകയും ചെയ്താൽ നമ്മൾ ദൈവത്തിൻ്റെ മഹത്വത്തിൻ്റെ മറ്റൊരു പ്രതിഫലമായി തീരുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ ഒരിക്കലും പൂർണ്ണനായിട്ടല്ല ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. തെറ്റുകൾ വരാം, വീഴ്ചകൾ വരാം. എന്നാൽ മനുഷ്യൻ്റെ മഹത്വം എന്ന് പറയുന്നത് ആ തെറ്റ് ചെയ്യുന്നു എന്നതിലല്ല, തെറ്റ് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് കരകയറാൻ പറ്റുന്നതിലാണ് മനുഷ്യൻ്റെ മഹത്വം. പ്രൈസ് ദി ലോർഡ്. ഒക്കെ പറഞ്ഞേ ഹല്ലേലൂയ. മാപ്പ് പറയാൻ കഴിയുന്നൊരു മനസ്സ്, മാപ്പ് പറയാൻ കഴിയുന്നൊരു മനസ്സ്, എനിക്ക് തെറ്റിപ്പോയി എന്ന് പറയാൻ കഴിയുന്നൊരു മനസ്സ്, മാറാൻ തയ്യാറാകുന്ന ഒരു ഹൃദയം മനുഷ്യരുടെ മഹത്വത്തിൻ്റെ അടയാളമാണ്. മനുഷ്യൻ്റെ മഹത്വത്തിൻ്റെ 2 അടയാളങ്ങളാണ് സിസ്റ്റർ പറഞ്ഞു. ഒന്ന്, മാപ്പ് പറയാൻ കഴിയുന്ന മനസ്സ്. 2, മാറാൻ തയ്യാറാകുന്ന ഹൃദയം. ഒന്ന് പറഞ്ഞേ, മാപ്പ് പറയാൻ കഴിയുന്ന മനസ്സ്. 2, മാറാൻ തയ്യാറാകുന്ന ഹൃദയം. നമുക്കൊരു തെറ്റ് പറ്റിയാൽ അത് സമ്മതിക്കാനായിട്ടുള്ള ഒരു കൃപ. അപ്പം മനുഷ്യനെ മനുഷ്യനായി കാണുക. മനുഷ്യൻ തെറ്റുപറ്റും, കുറവുകളുണ്ട്. ആ മനുഷ്യനെ മനുഷ്യനായി കാണുക, അവൻ്റെ മനുഷ്യത്വത്തെ വിലമതിക്കുക, അവൻ്റെ കുറവുകളെ നമ്മൾ അംഗീകരിക്കുക, അത് നമ്മൾ ക്ഷമിക്കാനായിട്ട് തയ്യാറാകുക. അപ്പോഴാണ് ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മളിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, തിരുവചനത്തിലേക്ക് നമുക്ക് വീണ്ടും വരാം. 3 കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറഞ്ഞു. 1, ദൈവത്തിൻ്റെ ഛായയിൽ മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു പറഞ്ഞു. 2, അമർത്യരെ ആത്മാവിനെ ദൈവം മനുഷ്യനിൽ നിക്ഷേപിച്ചിരിക്കുന്നു. 3, നിത്യജീവനിൽ മനുഷ്യനെ പങ്കുചേർത്തിരിക്കുന്നു. നിത്യജീവൻ, അതാണ് ആത്മീയമായിട്ട്. മറ്റു കാര്യങ്ങൾ നമ്മുടെ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളാണ്. നമ്മുടെ ചിന്താശക്തിയും വിദ്യാഭ്യാസത്തിലുള്ള വളർച്ചയും മറ്റു നേട്ടങ്ങളെല്ലാം ഈ ഭൗതികമായ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷേ നമ്മുടെ ആത്മീയ മനുഷ്യൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ഛായയിൽ സൃഷ്ടിക്കപ്പെട്ടു. ദൈവം തൻ്റെ ആത്മാവിനെ നമ്മിൽ നിക്ഷേപിച്ചിരിക്കുന്നു. ഈ മനുഷ്യനെ ദൈവം കൈവിടുകയല്ല, മറിച്ച് നിത്യജീവനിലേക്ക് അവനെ ദൈവം ചേർത്ത് പിടിച്ചിരിക്കുക. നിത്യജീവനിലേക്ക് ചേർത്ത് പിടിച്ചിരിക്കുക. ഹല്ലേലൂയ. അതുകൊണ്ട് നോക്കിക്കേ, ഉൽപ്പത്തിയുടെ പുസ്തകം 3:10 വായിച്ച് നോക്കിയേ. അവൻ മറുപടി പറഞ്ഞു, തോട്ടത്തിൽ അവിടുത്തെ ശബ്ദം ഞാൻ കേട്ടു, ഞാൻ നഗ്നനായതുകൊണ്ട് ഭയന്നൊളിച്ചു. ആരാ അത് പറയുന്നത്? ആദം പറയുകയാണ്. തോട്ടത്തിൽ ദൈവം ഇറങ്ങി വരുന്നതിൻ്റെ സ്വരം, ദൈവത്തിൻ്റെ കാലടികളുടെ സ്വരം ഞാൻ കേട്ടപ്പോൾ എന്നും ഓടിച്ചെല്ലുമായിരുന്നു. ദൈവം കടന്നു വരുന്നു എന്ന സ്വരം കേൾക്കുമ്പോൾ എന്നും ഓടിച്ചെന്നുകൊണ്ടിരുന്ന ആദം ഈ പ്രാവശ്യം ദൈവം വരുന്ന സ്വരം കേട്ടപ്പോൾ എന്ത് ചെയ്തു എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഓടി ഒളിച്ചു. എന്താ ഓടി ഒളിക്കാൻ കാരണം? നഗ്നനാണ് എന്ന് പറഞ്ഞാൽ ഈ ഭയം എന്ന് പറയുന്ന, പ്രിയപ്പെട്ടവരെ, തെറ്റ് ചെയ്തവൻ്റെ വികാരമാണ് ഭയം. തെറ്റ് ചെയ്തവൻ ഒരിക്കലും മുൻപിലേക്ക് വരാനായിട്ട് പറ്റത്തില്ല. അവൻ ഒളിച്ചും പാത്തും നടക്കും, ആരുടെ മുമ്പിൽ പിടിയല്ല. തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് നഷ്ടപ്പെട്ടു പോവുക, നഗ്നനായി നമ്മളൊന്നുമില്ലാത്തവരാകുക. അതല്ലേ അവൻ പറയുന്നത്, ഞാൻ നഗ്നനാണെന്ന് എനിക്ക് തോന്നി എന്ന് പറഞ്ഞാൽ എനിക്കൊന്നുമില്ല. ഇതേ ഒരവസ്ഥ, ഈ ആദത്തിൻ്റെ അതേ അവസ്ഥ നമുക്ക് പുതിയ നിയമത്തിലൊരു വ്യക്തി കാണാൻ പറ്റും. പറയാമോ അതാരാന്ന്? പുതിയ നിയമത്തിൽ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ധൂർത്തപുത്രൻ. ധൂർത്തപുത്രൻ എന്താ? ധൂർത്തപുത്രനെ കുറിച്ച് ബൈബിൾ പറയുകയാണ്, ധൂർത്തപുത്രന് സുബോധം ഉണ്ടായി എന്നാണ് പറയുന്നത്. എന്തുണ്ടായി? സുബോധം. എന്തായിരുന്നു ധൂർത്തപുത്രനുണ്ടായ സുബോധം?
ധൂർത്തപുത്രനുണ്ടായ സുബോധം എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ, ധൂർത്തപുത്രനും തോന്നി ഞാനും നഗ്നനാണ്, എനിക്കെല്ലാം നഷ്ടപ്പെട്ടു പോയെന്ന് തോന്നി. അപ്പം കൊടുത്ത വസ്ത്രമെല്ലാം പോയി, മോതിരം പോയി, ചെരുപ്പ് പോയി, എല്ലാം പോയി. എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ, ഒന്നുമില്ലാതെ വന്നപ്പോൾ, തവിട് പോലും തിന്നാൻ കിട്ടാതെ വന്നപ്പോൾ ധൂർത്തപുത്രന് ഉണ്ടായ സുബോധം എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? ഞാൻ സുരക്ഷിതനല്ല എന്നുള്ളൊരു ബോധ്യം കിട്ടി. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ധൂർത്തപുത്രന് കിട്ടിയ ആ സുബോധം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഞാൻ ഇപ്പോൾ സുരക്ഷിതനല്ല. നമ്മളൊന്ന് ഓർത്ത് നോക്കിയേ, നമ്മളൊരു യാത്രയ്ക്ക് പോവുകയാണെങ്കിൽ, നമ്മൾ വീട്ടിലിരിക്കുവാണെങ്കിൽ, നമ്മൾ എന്തെങ്കിലുമൊക്കെ പണി ചെയ്യുവാണെങ്കിൽ, എവിടെയും നമ്മൾ ഉറപ്പ് വരുത്തുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? നമ്മുടെ സുരക്ഷിതത്വം. വണ്ടിയെ കയറുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ഇരിക്കുന്നിടം സുരക്ഷിതമായ സ്ഥലത്താണോ ഇരിക്കുന്നത്? നമ്മൾ യാത്ര ചെയ്യുവാണെങ്കിൽ ഈ യാത്രയിൽ നമ്മൾ സുരക്ഷിതരാണോ? നമുക്കെപ്പോഴും നമ്മുടെ സുരക്ഷിതത്വത്തെക്കുറിച്ച് നമ്മളെപ്പോഴും അലേർട്ടാണ്, നമ്മളെപ്പോഴും അതിനെക്കുറിച്ച് ജാഗ്രതയുള്ളവരാണ്, സുരക്ഷിതത്വത്തെക്കുറിച്ച്. അപ്പം ഈ ധൂർത്തപുത്രനുണ്ടായ സുബോധം എന്ന് പറയുന്നത് എന്താണെന്നറിയാവോ? അവന് മനസ്സിലായി, ഞാൻ സുരക്ഷിതനല്ല. പന്നി തിന്നുന്ന തവിട് പോലും തിന്നാൻ കിട്ടാത്ത ഞാൻ സുരക്ഷിതനല്ല. ഇങ്ങനെ ഈ അവസ്ഥയിൽ മുന്നോട്ട് പോയാൽ ശരിയാകിയേല. ഈ അവസ്ഥയിൽ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. എനിക്ക് സുരക്ഷിതത്വമുള്ള ഒരിടമുണ്ട്, എനിക്ക് സംരക്ഷണമുള്ള ഒരിടമുണ്ട്. അതെവിടെ വാ? എൻ്റെ അപ്പൻ്റെ വീട്. എൻ്റെ അപ്പൻ്റെ അടുത്തേ എനിക്ക് സുരക്ഷിതത്വമുള്ളൂ. അപ്പൻ ഉണ്ടായിരുന്നപ്പോൾ, ആ പിതൃഭവനം എനിക്കുണ്ടായിരുന്നപ്പോൾ, അപ്പൻ തന്നതെല്ലാം എനിക്കുണ്ടായിരുന്നപ്പോൾ ഞാൻ സുരക്ഷിതനായിരുന്നു. എന്നാൽ അപ്പൻ നഷ്ടപ്പെട്ടപ്പോൾ, അപ്പനുമായിട്ട് ചുറ്റിപ്പറ്റി എൻ്റെ വീട് നഷ്ടപ്പെട്ടപ്പോൾ, അപ്പൻ്റെ അപ്പനിൽ നിന്ന് കിട്ടേണ്ട അവകാശങ്ങളെല്ലാം നഷ്ടപ്പെട്ടപ്പോൾ ധൂർത്തപുത്രന് മനസ്സിലാകുകയാണ്, ഞാൻ സുരക്ഷിതനല്ല. പ്രിയപ്പെട്ടവരെ, ഏറ്റവും കൂടുതൽ ഭയം ഉള്ളിൽ തോന്നുന്ന ഒരു നിമിഷമാണ് ഞാൻ സുരക്ഷിതനല്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ നിമിഷ നേരം കൊണ്ട് നമ്മുടെ മനസ്സ് ഡൗൺ ആവും, അല്ലേ? ആണോ? അതെ. അപ്പോൾ ഒരൊറ്റ വഴിയുള്ളൂ. ധൂർത്തപുത്രൻ ആ വഴി കണ്ടെത്തി. ധൂർത്തപുത്രൻ കണ്ടെത്തിയ വഴി എന്തെയാ? ഇനി സുരക്ഷിതനാകാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ വഴി ഏതാണ്? ഈ പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഞാൻ എൻ്റെ അപ്പൻ്റെ അടുത്തേക്ക് പോകണം, എൻ്റെ പിതൃഭവനത്തിലേക്ക് ഞാൻ പോകണം. അവിടെ വേലക്കാർ പോലും എന്ത് ചെയ്യുവാണ്? സുഭിക്ഷമായിട്ട് തിന്നും കുടിച്ചും സ്വാതന്ത്ര്യം അനുഭവിച്ച് സുഖമായിട്ട് ജീവിക്കുക. ഈ അപ്പൻ്റെ മകനെന്ന് പറയുന്ന ഞാൻ ഉടുതുണിയില്ലാതെ ഞാനിവിടെ പന്നിക്കൂട്ടിൽ പന്നിയെപ്പോലെ കഴിയുവാണ്. അപ്പോൾ എൻ്റെ സുരക്ഷിതത്വം മുഴുവൻ എൻ്റെ അപ്പൻ്റെ അടുത്താണ് എന്ന ബോധ്യത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റ് അപ്പൻ്റെ അടുത്തേക്ക് പോകുന്ന ആ മകൻ. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞാനും നിങ്ങളും സുരക്ഷിതരല്ല എന്ന് തോന്നുന്നുണ്ടോ? സാമ്പത്തിക മേഖലകളിൽ സുരക്ഷിതരല്ലെന്ന് തോന്നുന്നുണ്ടോ? വിദ്യാഭ്യാസ മേഖലകളിൽ സുരക്ഷിതരല്ലെന്ന് തോന്നുന്നുണ്ടോ? നമ്മുടെ കുടുംബ പശ്ചാത്തലം പലതും നോക്കുമ്പോൾ, പല കാര്യങ്ങളും നോക്കുമ്പോൾ ഒരിടത്തും ഞാൻ സുരക്ഷിതനല്ല, മക്കൾ സുരക്ഷിതരല്ല, കുടുംബം സുരക്ഷിതമല്ല, ഇങ്ങനെ പോയാൽ ഒരിടത്തും എത്തില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്കും ഒരു സുബോധമുണ്ടാകണം. സുരക്ഷിതരാകാൻ ഒരൊറ്റ വഴിയേ ഉള്ളൂ. ആ വഴി എൻ്റെ അപ്പൻ്റെ അടുത്ത് എത്തുക എന്നുള്ളത് മാത്രമാണ്. വലത്തുകരമുയർത്തി ആമേൻ, സ്വരമുയർത്തി പറഞ്ഞ ആമേൻ, ഉറക്കെ പറഞ്ഞ ആമേൻ, ആമേൻ, ആമേൻ. പിന്നെ സുബോധം എന്ന് പറഞ്ഞപ്പോൾ ഈ ധൂർത്തപുത്രൻ്റെ വാക്കിൽ നിന്ന് തന്നെ വരുന്നുണ്ട്. എന്താ പറഞ്ഞത്? തൻ്റെ പുത്രത്വം നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ധൂർത്തപുത്രൻ പറയുന്നുണ്ട്. എന്താ പറഞ്ഞത്? ഇനി ഞാൻ മകനെന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ല. അങ്ങനല്ലേ പറയുന്നത്? മകനെന്ന് വിളിക്കപ്പെടാൻ യോഗ്യനല്ല. അപ്പം നഷ്ടപ്പെട്ടതിൽ ഏറ്റവും വലിയ നഷ്ടമായിട്ട് വസ്ത്രം നഷ്ടപ്പെട്ടതോ, മോതിരം നഷ്ടപ്പെട്ടതോ, ചെരുപ്പ് നഷ്ടപ്പെട്ടതോ, വീട് നഷ്ടപ്പെട്ടതോ, അപ്പൻ നഷ്ടപ്പെട്ടതോ, ഇതെല്ലാം മനസ്സിലിരിക്കുമ്പോഴും ധൂർത്തപുത്രന് എടുത്തുകൊണ്ടൊന്ന് പൊക്കി പറയുകയാണ്. എന്താ പറയുന്നത്? ഞാൻ മകനെന്ന് വിളിക്കാൻ യോഗ്യനല്ല. ഇതുണ്ടോ? അതാണ് നമ്മൾ അപ്പൻ്റെ സ്ഥാനം, അപ്പൻ്റെ മുമ്പിലേക്ക് മകനായിട്ട് വരാൻ പറ്റാത്ത. ഇവിടെ ആദം പറയുന്നത് തന്നെയാണ്, അല്ലേ? ദൈവത്തിൻ്റെ സ്വരം കേട്ടപ്പോൾ ഞാനിതാ ഓടി ഒളിച്ചു, ഇനി എനിക്ക് നിൻ്റെ മുൻപിലേക്ക് കടന്നു വരാനായിട്ട്. പക്ഷേ ദൈവം എന്താ ചെയ്യുന്നത്? മകനെ, ആദം, മകളെ, ഹൗവ എന്ന് വിളിച്ച് പേര് ചൊല്ലി വിളിച്ചിട്ട് അവൻ്റെ അടുത്തോട്ട് ഇറങ്ങി വരുന്ന ഒരു ദൈവത്തെ നമ്മൾ കാണുന്നത്. അതാണ് ക്രിസ്മസ് എന്ന് പറയുന്നത്. അതാണ് ഈ ക്രിസ്മസ് എന്ന് പറയുന്നത്. അതാണ്
അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, സങ്കീർത്തനം 91 നോക്കിക്കേ. അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കണം, സർവശക്തൻ്റെ തണലിൽ കഴിയണം. അപ്പോൾ മാത്രമേ നീയും കുടുംബവും ഞാനും നമ്മൾ ഓരോരുത്തരും സുരക്ഷിതരായിരിക്കുകയുള്ളൂ. എവിടെ കഴിയണം? അത്യുന്നതൻ്റെ സംരക്ഷണത്തിൽ വസിക്കണം, സർവശക്തൻ്റെ തണലിൽ കഴിയണം. അപ്പോൾ നമ്മൾ സുരക്ഷിതരായിരിക്കും. പലത്തേരുമേർത്തി ആമേൻ. അപ്പോൾ എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണമെന്നറിയാതെ പതറിപ്പോകുന്ന നമുക്ക് വളരെ കൃത്യമായിട്ടൊരു സന്ദേശം തമ്പുരാൻ ഇന്ന് തന്നിരിക്കുന്നു. എങ്ങോട്ട് പോകണം? നമ്മുടെ സുരക്ഷിതത്വവും നമ്മുടെ സംരക്ഷണവും ആരിലൂടെ, ആരുടെ അടുത്താ, എവിടെയാ? അപ്പൻ്റെ അടുത്താ. സ്വന്തം പുത്രനെ പോലും തരാൻ തയ്യാറായ ആ അപ്പൻ നമുക്ക് വേണ്ടി കാത്തിരിക്കുക, പേര് ചൊല്ലി വിളിക്കുക നമ്മളെ. ആമേൻ. സ്വരമുയർത്തി പറഞ്ഞേ ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആ ഒരു ചിന്തയോടെ നമുക്ക് ഇന്നത്തെ നമ്മുടെ വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് നമുക്കൊരുങ്ങാം. ഈ ബെത്ലഹേം നമ്മൾ പറഞ്ഞില്ലേ, ആട്ടിടയന്മാരെന്ത് പറഞ്ഞു? നമുക്ക് ബെത്ലഹേം വരെ പോകാം, ബെത്ലഹേം വരെ പോകാം. എന്തിനാണ് ഞാൻ സാന്ത്യഭവനിലേക്ക് വന്നത്? ഈ ബെത്ലഹേം തേടി വന്നതാണ്. ഈ ബെത്ലഹേം തേടി വരാൻ കൊണ്ടായ കാരണം എന്താ? ദൂതൻ അറിയിച്ച സന്ദേശം. അവൻ പിറന്നിരിക്കുന്നത്, എൻ്റെ രക്ഷകൻ പിറന്നിരിക്കുന്നത് എവിടെയാ? ബെത്ലഹേമിലാ. നീ അവിടെ ചെന്നാലേ നിനക്ക് നിൻ്റെ രക്ഷകനെ കാണാനായിട്ടും കണ്ടുമുട്ടാനായിട്ടും സാധിക്കുകയുള്ളൂ. നിൻ്റെ എല്ലാ അരിഷിതാവസ്ഥയും, നിൻ്റെ എല്ലാ അസ്വസ്ഥതകളും, നിൻ്റെ എല്ലാ ഭയത്തിൻ്റെ വികാരങ്ങളും, നിൻ്റെ ഒറ്റപ്പെടലിൻ്റെ വേദനകളും സങ്കടങ്ങളും തകർച്ചകളുടെ കാരണം ദൈവത്തിൽ നിന്ന് അകന്നു പോയപ്പോൾ നിനക്ക് എല്ലാം നഷ്ടപ്പെട്ടാലും എല്ലാം കൊണ്ടുവന്നിരിക്കുക ബെത്ലഹേമിൽ. പിതാവ് പുത്രനെ വിട്ടിരിക്കുക. എങ്ങോട്ട്? നിനക്ക് വേണ്ടതെല്ലാം തരാൻ വേണ്ടിയിട്ട് അവൻ വന്നിരിക്കുക. ആകാശവിധാനങ്ങളിലൊന്നുമല്ല, വലിയ മണിമാളികളൊന്നുമല്ല, ബെത്ലഹേമിലെ പുൽക്കൂട്ടിൽ നിനക്ക് വേണ്ടി അവനെല്ലാം കൊണ്ടുവന്നിരിക്കുക. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എല്ലാം ഉണ്ട് കയ്യിൽ. ആമേൻ. ഹല്ലേലൂയ. നമുക്ക് എഴുന്നേറ്റ് വിശുദ്ധ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് നമുക്ക് ഒരുങ്ങാം.